പ്രമേഹം ബാധിച്ചവർക്കുള്ള ഒരു സംശയമാണ് പ്രമേഹത്തിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നുള്ളത്. പ്രമേഹത്തിനെ നമുക്ക് മാറ്റിയെടുക്കുന്നതിലുപരി നമുക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. പ്രമേഹം ബാധിക്കുന്ന അടക്കമുള്ള പല കാര്യങ്ങളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയില്ല. എങ്ങനെ എഫക്റ്റീവായിട്ട് ഇതിനെ മാനേജ് ചെയ്യണമെന്ന് മനസ്സിലാക്കില്ല. പ്രമേഹം ബാധിച്ച ഒരാൾക്ക് ആദ്യത്തെ സ്റ്റേജൊക്കെ ആണെങ്കിൽ മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ എക്സസൈസുകളിൽ കൂടി നമുക്ക് വളരെ കൃത്യമായ രീതിയിൽ ഇതിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ കുറച്ച് പഴകി കഴിഞ്ഞാൽ മരുന്നുകളോടൊപ്പം കൃത്യമായി നമ്മുടെ ഭക്ഷണ ക്രമീകരണവും വ്യായാമവും പ്രാണായാമം പോലുള്ള മെഡിറ്റേഷൻ ടെക്നിക്കുകളും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് പ്രമേഹത്തിന്റെ കാഠിന്യം അധികരിക്കാതെ വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നതാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രമേഹം ബാധിച്ച ഒരാൾക്ക് പ്രമേഹത്തെ റിവേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്ന ഒരാൾക്ക് അത് പോസിബിൾ ആണ്. പക്ഷേ അതിന് നിരന്തരമായി കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ശ്രമം ആവശ്യമാണ്. അത് പലർക്കും അതിനുവേണ്ടി ശ്രമിച്ചു തുടങ്ങിയാൽ അത് തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു വഴി ഇതിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണം മനസ്സിലാക്കി കഴിക്കുന്നതിലൂടെ, നമ്മുടെ ദിനചര്യകൾ കൃത്യമായി ചിട്ടപ്പെടുത്തുന്നതിലൂടെ, വ്യായാമം നല്ല രീതിയിൽ ചെയ്യുന്നതിലൂടെ, കൃത്യമായി ഭക്ഷണം കഴിച്ച് അതുപോലെ വെള്ളം കുടിച്ച് നന്നായി ഉറക്കം ഇതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായി ശീലിക്കുന്നതിലൂടെ ഡയബറ്റിക് ഉള്ള ഏതൊരാൾക്കും ഡയബറ്റിക് ഉണ്ടെന്ന് പോലും തോന്നാത്ത രീതിയിൽ വളരെ കൃത്യമാക്കി ഇതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഏത് സംശയങ്ങളും വളരെ കൃത്യമായ രീതിയിൽ പരിഹരിച്ചു തരാൻ ഉറപ്പായും ഞങ്ങൾക്ക് കഴിയും.